നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന നടിയാണ് പാർവതി തിരുവോത്ത്. അഭിനയ മികവ് കൊണ്ട് മാത്രമല്ല, നിലപാടുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട പാർവതി വിവാദങ്ങളിൽ അകപ്പെട്ടതോടെ പല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ വരെ നേരിട്ടിരുന്നു. നടി ദിവസങ്ങൾക്ക് മുൻപ് ഹൗട്ടർ ഫ്ലെയിമിലെ ദി മെയിൽ ഫെമിനിസ്റ്റ് എന്ന പരിപാടിയിൽ സിദ്ധാർത്ഥ് ആലംബയാനോട് ഒരു അഭിമുഖം നൽകിയിരുന്നു. തന്റെ ബാല്യകാലത്തുൾപ്പെടെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ചൊക്കെ പാർവതി പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളായി വരികയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കുമ്പോൾ ഒരാൾ തന്റെ മാറത്ത് അടിച്ചിട്ട് പോയി. തൊടുക പോലുമായിരുന്നില്ല, അടിക്കുകയായിരുന്നു. അന്ന് ഞാനൊരു കുട്ടിയാണ്. നല്ല വിഷമമായിരുന്നു. പുറത്തുകൂടി നടക്കുമ്പോൾ പുരുഷന്മാരുടെ കൈകളിലേക്ക് ശ്രദ്ധിക്കണമെന്ന് തന്റെ അമ്മ പറയുമായിരുന്നുവെന്നും, ടീനേജിൽ സിനിമ കണ്ടിട്ടിറങ്ങി മാളിലെ ലിഫ്റ്റിൽ കയറിയപ്പോൾ മോശമായി പെരുമാറിയ ഒരാളെ തല്ലിയ കാര്യവും പാർവതി പറഞ്ഞു. കൂടാതെ പാർവതി ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതിനായി എഗ് ഫ്രീസിംഗ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരം വാർത്തകൾക്കുള്ള മറുപടിയുമുണ്ട് ഈ അഭിമുഖത്തിൽ. കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നതായി പാർവതി വെളിപ്പെടുത്തിയിരിക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ അമ്മയാകണം എന്ന ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. എന്നാൽ പ്രസവിക്കാൻ താല്പര്യമില്ല. തന്റെ എഗ് ഫ്രീസ് ചെയ്തിട്ടില്ല. ആ ഘട്ടങ്ങളിലൂടെ തന്റെ ശരീരത്തെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്നും പാർവതി അഭിമുഖത്തിൽ വ്യക്തമാക്കി. കുട്ടിക്കാലത്ത് തന്നെ അമ്മയാകണമെന്ന് തോന്നിയിരുന്നു. 7 വയസ്സിൽ തന്നെ കുഞ്ഞിന്റെ പേര് വരെ കണ്ടുവച്ചിരുന്നു. എന്നാൽ മുതിർന്നപ്പോൾ തന്റെ ശരീരം ഗർഭകാലത്തിലൂടെ കടന്നു പോകുന്നതിൽ താല്പര്യമില്ലാതായി. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനാണ് ആഗ്രഹം. നന്നേ ചെറുപ്പത്തിലെ തന്നെ ദത്തെടുക്കണമെന്ന ആഗ്രഹം തോന്നിയിരുന്നു. സുസ്മിത സെനാണ് അതിന് പ്രചോദനമായത്. സുസ്മിതയുടെ ഇന്റർവ്യൂകൾ കണ്ട് ഞാൻ മാതാപിതാക്കളോട് ദത്തിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അന്നവർ അത് കാര്യമാക്കിയില്ല. പക്ഷെ ഇന്ന് ഞാൻ സീരിയസ് ആണെന്ന് അമ്മയ്ക്കറിയാം. എന്റെ അണ്ടം ഫ്രീസ് ചെയ്തിട്ടില്ല. എന്റെ ശരീരത്തെ അതിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദത്തെടുക്കാൻ ഞാൻ ഒരിക്കൽ തയ്യാറായേക്കും. മകളുടെ പേര് ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ടെന്നും പാർവതി വെളിപ്പെടുത്തി. എല്ലാവർക്കും അവരുടേതായ തീരുമാനമുണ്ട്. എന്റെ പല തീരുമാനങ്ങളും പലതവണ മാറിയിട്ടുണ്ട്. അമ്മയാവുന്നതിനായാണ് ഞാൻ ജനിച്ചതെന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അന്ന് ആ ചിന്തയിൽ നിന്ന് ഞാൻ പുറത്തു കടന്നു. ദൈവത്തിന് നന്ദി. അന്നത്തെ ആ ഞാൻ ഇന്ന് എവിടെയുമില്ല. പക്ഷേ പ്രസവിച്ചില്ലെങ്കിലും ഒരു കുഞ്ഞിനെ പരിപാലിക്കാനുള്ള സെൻസ് എനിക്കുന്നുണ്ട്. അതെനിക്ക് എന്റെ വളർത്തുനായയിൽ നിന്ന് ലഭിച്ചതാണ്. ഒരു കുഞ്ഞ് വേണമെന്ന് ഭാവിയിൽ തോന്നിയാൽ അതെന്റെ പങ്കാളിയുടെയും അംശങ്ങളുള്ള ഒരു കുഞ്ഞ് വേണമെന്ന നിമിഷത്തിൽ മാത്രമായിരിക്കും. ഇന്നത്തെ ലോകത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയെന്നാൽ അവരെ തീയിലേക്ക് എറിയുന്നത് പോലെയാണ്. കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, പാർവതി അഭിമുഖത്തിൽ വ്യക്തമാക്കി.